ജയചന്ദ്രൻ ഈ ഘട്ടത്തിൽ ഇന്നത്തെ ആ വിധിയുടെ ചില വിശദാംശങ്ങളിലേക്ക് എനിക്കൊന്ന് പോകേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് 27-ന് ഒക്ടോബർ 27-നാണ് ഈ കേസ് എടുക്കേണ്ടിയിരുന്നത്. ദേവസ്വം ബോർഡ് അസാധാരണമായ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇത് മെൻഷൻ ചെയ്യുകയും ഇന്ന് തന്നെ എടുക്കാൻ കോടതിയോട് അപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. കോടതി അങ്ങനെ എടുക്കുകയായിരുന്നു. എന്നിട്ട് ബോർഡ് ആവശ്യപ്പെട്ടത് DGPയോ ADGPയോ നയിക്കുന്ന ഒരു ടീമിൻ്റെ സമഗ്രാന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ഇപ്പോൾ പറയുന്നത് പോലെ ഈ പഴയ കാര്യങ്ങൾ മുതൽ 2019 മുതലുള്ള ആ കാര്യങ്ങൾ പൂർണ്ണമായി തന്നെ അന്വേഷിക്കണം എന്നൊരു ആവശ്യം വെച്ചു. ആ പ്രയർ അതേപോലെ അംഗീകരിക്കുന്ന തരത്തിലാണ് ഹൈക്കോടതി ഒരു തീർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വഭാവനിഷ്ഠയുണ്ട് എന്ന് കോടതി തന്നെ കരുതുന്ന 5 പേരുടെ പേരടക്കം കോടതി പറഞ്ഞുകൊണ്ട് ആ 5 ഉദ്യോഗസ്ഥർ ADGP SP അടക്കമുള്ള ആ 5 ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിക്കാൻ പോവുകയാണ്. ഒരു ആശാവഹമായ വഴിത്തിരിവ് ഈ വിവാദങ്ങളുടെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടായി എന്ന് കരുതാമോ? ശബരിമലയിൽ നീതി നടപ്പാവാനുള്ളൊരു അന്വേഷണം ആരംഭിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പോറ്റിയെ പോറ്റുന്നവരും പെടാനുള്ള വഴിയിലേക്ക്, നീതിയുടെ വഴിയിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ജയചന്ദ്രൻ? NBC ഈ കാര്യത്തില് ഒരു സാക്ഷ്യം പോലെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതിന്റെ അന്വേഷണം വേണമെന്നുള്ളത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാടായിരുന്നു. അതൊരു സാക്ഷ്യം പോലെയുള്ള നിലപാടായിട്ടാണ് ഹൈക്കോടതിയിൽ അത് പ്രകടിപ്പിച്ചത്. സർക്കാരും ദേവസ്വം ബോർഡും അവർക്ക് വേണ്ടി, സർക്കാരും ദേവസ്വം ബോർഡിനും വേണ്ടി അഭിഭാഷകരും AGയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരും അങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേസ് ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാകുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട് NBC. അത് ഈ പ്രശ്നം വരുന്നത്, അതായത് ഇങ്ങനൊരു അന്വേഷണം വേണമെന്നുള്ള നില വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? തന്ത്രിയുടെ ആവശ്യമാണ് കാരണമെന്നേ. അതെന്താണ് പറയാത്തത്? വസന്തേ, അതല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ ദൈവവിരോധികളല്ലോ നിങ്ങൾ. വലിയ തോതിൽ ദൈവവിശ്വാസത്തിന് വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരല്ലേ. അപ്പൊ തന്ത്രിയാണ് ഇത് ആവശ്യപ്പെട്ടത്. എന്നാണ് തന്ത്രി ഇത് ആവശ്യപ്പെടുന്നത്? 16/6/2023 തന്ത്രി ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ അകത്തുണ്ടായിട്ടുള്ള തേയ്മാനങ്ങൾ, ഈ തേയ്മാനങ്ങൾ മാറ്റി ഇതിനെ പുതുക്കി കൊണ്ടുവരണം എന്നുള്ളത് ശബരിമല ക്ഷേത്രത്തിന് തന്ത്രിയുടെ, താഴമൺ തന്ത്രിയുടെ രേഖാമൂലമുള്ള ആവശ്യമാണ്. ഈ ആവശ്യമാണ് പരിഗണിച്ചതും അംഗീകരിച്ചതും. അവിടെയാണോ തെറ്റ്? അങ്ങനെയാണെങ്കിൽ തെറ്റ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ വസന്തേ, അവിടെ നിന്നാണ് തെറ്റ് തുടങ്ങുന്നത്. അപ്പോ തന്ത്രിയുടെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിലാണ് അത് ദൈവവിരുദ്ധമാകുക എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നിലപാട്. അവരതുകൊണ്ട് തന്ത്രിയുടെ രേഖാമൂലമുള്ള റിക്വസ്റ്റ് അംഗീകരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ സമയത്ത് അപ്പോഴത്തേക്ക് അടുത്ത മണ്ഡലപർവ്വതത്തിലുള്ള കാലമായല്ലോ, തുടക്കമായല്ലോ. അതാണല്ലോ വിജയൻ MLA ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് അപ്പൊ തന്നെ ആ ഘട്ടത്തിലും തൊട്ടടുത്ത സമയത്ത് അത് നടക്കാതെ പിന്നീട് 1 വർഷം മാറിപ്പോകുന്നത്. അത് തന്ത്രിയുടെ രേഖാമൂലമുള്ള അഭിപ്രായപ്രകാരം രേഖാമൂലമുള്ള കത്ത് പിന്നെയും വരുന്നുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2025 ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചിട്ട് അപ്പോ NBC ഇപ്പൊ ചൂണ്ടിക്കാണിച്ചല്ലോ ഇയാളെ പറ്റി, പോറ്റിയെ പറ്റി. അയാള് ഇവിടുത്തെ സ്പോൺസർ ആവുന്നതിന് ആ 40 വർഷത്തെ വാറണ്ടി ഉള്ള സ്പോൺസർഷിപ്പാണ് അയാൾക്കുള്ളത്. അത് നിലനിൽക്കെ അവിടുന്ന് ഈ സംഗതി കൊണ്ടുപോയല്ലേ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയൂ എന്ന് ഒരാൾക്കും അത് തർക്കമുണ്ടാകാനിടയില്ലല്ലോ. അതങ്ങനെ ചെയ്യാൻ പറ്റൂ. കാരണം ശബരിമലയുടെ പൂങ്കാവനം, പുണ്യസങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളും സംഗതികളും ഉണ്ട്. പഴയ തോതിലുള്ള മെർക്കുറി നിലവാരത്തിലുള്ള
സംവിധാനങ്ങൾ അല്ല നടപ്പിലാക്കപ്പെടുന്ന അതുമാത്രം അവിടെ ചെയ്യാൻ കഴിയൂ. ആ പ്രക്രിയയിലൂടെ അല്ല ചെയ്യേണ്ടത്, വേറെ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ആ, ഒരു പിന്നെ നവീകരണ പ്രക്രിയ ഉണ്ടാകുന്നത്. ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, എനിക്ക് വിശദമായിട്ട് പോയാൽ അതെ, എനിക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് സമയം മുഴുവൻ തരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നടക്കില്ല. അതിലേക്ക് പോവാതെ, അതെ. അല്ല അതെ, അത് ഏറ്റവും ചുരുക്കി ഞാൻ യെസ് യെസ് പറയുകയാണ്. യെസ് യെസ്. ഏറ്റവും ചുരുക്കി പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിന്റെ ആകെ തുക എന്ന് പറയുന്നത് ഈ 2019 ഉപയോഗിച്ചിരുന്നതിനേക്കാൾ 2025 ഈ പാളികളിൽ, ദ്വാരപാലക പാളികളിൽ സ്വർണത്തിന്റെ മാത്രം അളവിൽ 9 ഗ്രാം 702 മില്ലിഗ്രാമിന്റെ വർധനവാണ് ഉള്ളത്. ഇതാണ് വസ്തുത. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള തൂക്കമാണ് ഈ പുതിയ വർധനമെന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് പിന്നെ വരിക എന്നുള്ളത് മൊത്തം വരുമല്ലോ. നിലവിലെ 12 പാളികളുടെ ആകെ സ്വർണത്തിന്റെ അളവ് എന്ന് പറയുന്നത് 290 ഗ്രാം 902 മില്ലിഗ്രാം ആണ്. അതിലാണ് ഈ 9 ഗ്രാം 702 മില്ലിഗ്രാം അളവ് കൂടിയിട്ടുള്ളത് ഇന്നത്തേക്കാൾ, 2019-നേക്കാൾ. പക്ഷെ എന്നിട്ട് പ്രതിപക്ഷം പിടിക്കുന്ന പ്ലക്കാർഡ് എന്താണ്, ബാനർ എന്താണ്, പിന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്ന എന്താണ്? കൊള്ള. എവിടെ കൊള്ള? ശബരിമലയിൽ കൊള്ള, പിന്നെ ദേവസ്വം ബോർഡിന്റെ കൊള്ള. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇത് പിന്നെ ആരെ സഹായിക്കാനാണ് എന്നുള്ളത് കേൾക്കുന്നവർക്ക് സംശയം തോന്നുക സ്വാഭാവികമല്ലേ? യെസ് യെസ്. ആ തോന്നലിന്റെ ഭാഗമായിട്ടല്ലേ 3 പീഠങ്ങൾ കാണാനില്ലേ എന്ന് പറഞ്ഞ ആ പോറ്റിയുണ്ടല്ലോ, അയാൾ വിളിച്ചു പറയുമ്പോൾ അതിനൊപ്പം കൈയടിച്ച് തുള്ളാൻ പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്നു. പക്ഷെ വിജിലൻസ് വിട്ടില്ല, തപ്പി. ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ആ പീഠങ്ങൾ 3 കണ്ടെടുത്ത് വസന്ത്. അതാ ചെയ്തത്, ഇല്ലേ? അപ്പൊ ഇയാൾ ആരുടെ പിണിയാളാണ്? അതിന് പുറകെ വരും. ADG അന്വേഷിക്കാൻ പോകണമല്ലോ. ഇയാൾ ആരുടെ പിണിയാളാണ്? ഇവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവന്റെ പണി എന്താണ്? അതൊക്കെയുള്ളത് വരുമെന്നേ. സർക്കാരിന്, ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും ഇവനെയൊന്നും പിന്നെ ഇപ്പൊ വിജയൻ പറഞ്ഞതുപോലെ തന്നെ മമതയില്ല, അതിന്റെ ആവശ്യവുമില്ല. പക്ഷെ യെസ് ഇവന്റെ പിറകിലാണെന്നുള്ളത് അത് വരണ്ടേ? അത് വരുമെന്ന് ഒരു സംശയവുമില്ലാതെ പറയുകയാണ്, യെസ് വരും. ജയചന്ദ്രൻ, പക്ഷെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ.